അല്ലേ? ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നു. എത്ര ആൾക്കാർ ചുമ്മാ ഇങ്ങനെ അടിച്ച് ഒരു ബെഡ്ഷീറ്റ് പോലെ ഉണ്ടാക്കും. നേരെ മറിച്ച് ചിന്തിച്ച് നോക്കി, നല്ല ചെറിയ ഉള്ളി എടുത്ത് ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ്, നല്ലൊരു 2 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ്, കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ്, ഓക്കെ, അതിൽ ഉപ്പിട്ടിട്ടൊന്ന് വിരവി, ഓക്കെ, അതിലേക്ക് ഒരു ഉള്ള തേങ്ങാപ്പീര ഇട്ട്, പിന്നെ കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ട് ഇത് വാരി ഒരു ഗ്ലാസ്സിനകത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ലേശം പാലും ഒഴിച്ച് അടിച്ച് പതപ്പിച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട പൊരിക്കുമ്പം ഒരു വാസന വരുമോ ഇല്ലയോ? വരും. കിട്ടുന്നുണ്ട് എനിക്ക് അല്ലേ? അപ്പം അതല്ലേ ഓംലെറ്റ്. അങ്ങനെയും ഓംലെറ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു സവാള എടുത്ത് അരിഞ്ഞ് കഴിച്ചോ. നമ്മൾ ഓംലെറ്റ് തിന്നുന്നു എന്നൊരു സമാധാനം. ഒരു സിനിമ ഉണ്ടാകും. ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ലേശം തേങ്ങാപ്പാൽ നന്നായിട്ട് അടിച്ച് പതയ്ക്കണം. ബീറ്റ് ദ എഗ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ചീനിച്ചട്ടിക്കകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ മുട്ട ഒഴിക്കണം. ആ റൂം മൊത്തം ആ മുട്ട പൊരിച്ച് തന്നെ മണം ഉണ്ടാവും. എനിക്ക് ശരിക്കും ഇപ്പൊ സ്മെല്ല് കിട്ടുന്നുണ്ട് ഇവിടെ. മെന്റലിസ്റ്റ് ആദ്യം കേൾക്കണ്ട.